ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റും ബോട്ടേഴ്സ് ഗാലറിയുടെയും ഉദ്ഘാടന സമ്മേളനത്തിന് അധ്യക്ഷ ബഹുമാനപ്പെട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. ഡെപ്യൂട്ടി ഡയറക്ടർ ടൂറിസം ശ്രീ പ്രഭാത് TV, ഏഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗീതേച്ചി, അതോടൊപ്പം തന്നെ ചെറുകുന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം SKP സക്കറിയക്ക, ഏഴൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KP മോനാട്ടൻ, ബ്ലോക്ക് അംഗം VK വിജയേട്ടൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ലേഖ നിരേഷ്, ഔഷധി കൂടാരം K പുപ്പാട്ടൻ, MK സുകുമാരേട്ടൻ, MP ഉണ്ണിയേട്ടൻ, ബാബുവേട്ടൻ, SU റഫീഖ, ശ്രീ സനൽ, ശ്രീ T രാജൻ, ശ്രീ സന്തോഷ് CBK, ശ്രീ PT സുരേഷ് ബാബു, ശ്രീ B ഹംസാഹാജി, അസിസ്റ്റന്റ് ടൂറിസം ഇൻഫർമേഷൻ ഓഫീസർ ശ്രീ ശ്രീനിവാസ് KC ഉൾപ്പെടെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സ്നേഹം നിറഞ്ഞ നാട്ടുകാർ, പ്രിയപ്പെട്ട മാധ്യമ പ്രവർത്തകർ, കിളിയാശ്ശേരി മണ്ഡലത്തിൻ്റെ ടൂറിസം രംഗത്ത് ഒരടയാളപ്പെടുത്തൽ കൂടിയായി ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് മാറുകയാണ്. അതിനോട് ചേർന്ന് ബോട്ടേഴ്സ് ഗാലറി. ഈ പദ്ധതി നിരവധിയായ പ്രതിസന്ധിയിലൂടെ കടന്നുപോയൊരു പദ്ധതി. ഒരുപക്ഷെ ഒരുപാട് വിമർശനങ്ങളൊക്കെ ഏറ്റുവാങ്ങേണ്ടി വന്നൊരു പദ്ധതി. ഒരു വർഷക്കാലം 2024 നമുക്ക് ഉദ്ഘാടനം ചെയ്യേണ്ടതായിരുന്നു. ഒരു വർഷക്കാലം കേസ്, അതിന് നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിക്കേണ്ടി വന്നു. ഏതായാലും നമ്മുടെ പ്രദേശത്തിൻ്റെ ടൂറിസത്തിന് ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു പ്രൊജക്റ്റായി മാറുക. നേരത്തെ പറഞ്ഞതുപോലെ 2,56,00,000 രൂപ ചെലവഴിച്ചുകൊണ്ട് മലനാട് റിവർ ക്രൂയിസ് പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് മാറുന്നത്. യഥാർത്ഥത്തിൽ ഇതിൻ്റെ നടപടിക്രമങ്ങളിലും നമുക്ക് കുറച്ച് കാലം കാത്തിരിക്കേണ്ടി വന്നു. ഇത് പൂർണ്ണമായും ടെൻഡർ ചെയ്തിട്ട് TTPC ആണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ കരാറെടുത്തത് നിലവിൽ നമ്മുടെ ചൂട്ടാട് ടൂറിസം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന അതേ കരാറുകാരാണ് ഇത് ടെൻഡർ എടുത്തത്. അവർ പ്രത്യേകിച്ച് ഇത് ലക്ഷ്യം വെക്കുന്നത് വൈകുന്നേരം 3 മണി മുതൽ രാത്രി വരെയാണ് ഈ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. ഇവിടെ നിന്ന് ചായയും ഭക്ഷണമൊക്കെ നൽകുന്നത് വൈകിട്ട് 3 മണിക്ക് ശേഷം, 3 മണി മുതൽ രാത്രി വരെ. ഏതായാലും ഒരു പുതിയ അനുഭവം നമ്മുടെ പ്രദേശത്തുകാർക്ക് നൽകുന്ന ഒരു സംവിധാനം കൂടിയായി നമ്മുടെ ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റും അതോടൊപ്പം മനോഹരമായ ബോട്ടേഴ്സ് ഗാലറി. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട് ഇവിടത്തേക്ക് ടിക്കറ്റ് ഉണ്ടോ? ടിക്കറ്റില്ല. ഇവിടത്തേക്ക് സൗജന്യമാണ്. ഭക്ഷണവും മറ്റും കഴിക്കുമ്പോഴാണ് അതിൻ്റെതായ പേയ്മെൻറ്റ് വരുന്നത്. അപ്പോൾ ഈ ഏരിയയിൽ മാത്രമല്ല, തൊട്ടപ്പുറവും പുഴയെ ആസ്വദിക്കാനുള്ള ഒരു മനോഹരമായ 3 സ്റ്റെപ്പ് ഗാലറി അത് യാഥാർത്ഥ്യമാക്കിയിട്ടുണ്ട്. അതോടൊപ്പം പുഴ നിന്ന് കാണാനുള്ള സംവിധാനമുണ്ട്. ഒരേ സമയം 72 പേർക്ക് ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന സംവിധാനം ഇതിനകത്ത് ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഇപ്പോൾ തന്നെ ചില എൻക്വയറീസ് ഒക്കെ വന്നു, ഈ ബാച്ച് സംഗമങ്ങൾ, അതോടൊപ്പം തന്നെ ഈ കൂട്ടായ്മകൾ, റിസപ്ഷനുകൾ ഒക്കെ നടത്താൻ പറ്റുന്ന സൗകര്യം കൂടി നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഏതായാലും വിവാഹ റിസപ്ഷൻ ഉൾപ്പെടെ നമുക്ക് നടത്താൻ പറ്റും. അപ്പോൾ ഇവിടെ വരുന്നവരോടെല്ലാം ഒരു റിക്വസ്റ്റ് ഉള്ളത്, നമ്മുടെ പുഴയെ മലിനമാക്കുന്ന ഒരു പ്രവർത്തനം സ്വയം അത് ശുചിത്വം പാലിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനിവിടെ പ്രത്യേക സംവിധാനം ഇത് ശ്രദ്ധിക്കും. ഇതിനകത്തുള്ള വെള്ളം, കൈ കഴുകുന്ന വെള്ളമെല്ലാം ചിലതിന് സംശയമുണ്ട്, പുഴയിലേക്കെല്ലാം പോവുക. അതിനുള്ളിൽ പ്രത്യേകമായ മോട്ടോർ സംവിധാനമുണ്ട്. അത് കരയിലേക്ക് തന്നെ കൊണ്ടുവന്ന് കരയിൽ അതിൻ്റെ ഡിസ്പോസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനം പ്രത്യേകമായിട്ട് ഈ കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം ഇവിടുന്ന് വെള്ളവും മറ്റു ബോട്ടിലൊക്കെ വാങ്ങിച്ചാൽ നമ്മൾ കൃത്യമായി അത് യൂസ് ചെയ്യാനുള്ള വേസ്റ്റ് ഡംപ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട്. അത് പൊതുവിൽ ഉപയോഗപ്രദമാക്കുക, നമ്മുടെ പുഴയെ മലിനമാക്കാതിരിക്കാനുള്ള നല്ല ശ്രദ്ധ കൂടി ഉണ്ടാകണമെന്ന് എല്ലാവരോടും വളരെ സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പുഴയെ ആസ്വദിക്കാൻ ഇവിടെയുള്ള വ്യൂ എന്ന് പറയുന്നത് ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റിനും ഇവിടുന്ന് നമ്മൾക്ക് കാണാൻ പറ്റുന്നത് അതിമനോഹരമായ നമ്മുടെ പുഴയുടെ മനോഹാരിതയാണ്. കണ്ടലുകളാൽ സമൃദ്ധമായ പുഴയുടെ മനോഹാരിതയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മനോഹരമായ മാടായിപ്പാറ, നമ്മുടെ മാടായി കോട്ടയുടെ ഒരു ചരിത്രത്തിൻ്റെ തലം
നമുക്ക് ഇവിടെ നിന്ന് നോക്കിയാൽ ഈ നാടിൻ്റെ ഒരു ചരിത്രത്തെ നമുക്ക് ഇവിടെ നിന്ന് നേരിട്ട് കാണാൻ വേണ്ടി പറ്റും. മാടായിക്കോട്ട അതിമനോഹരമായ ആ അസ്തമയം നമുക്ക് ഇവിടുന്ന് വൈകുന്നേരങ്ങളിൽ കാണാൻ വേണ്ടി പറ്റും. അങ്ങനെ പ്രകൃതിയെ അറിഞ്ഞുകൊണ്ട്, പ്രകൃതിയെ മനസ്സിലാക്കിക്കൊണ്ട്, പ്രകൃതിയോട് ചേർന്നുകൊണ്ട് നമുക്ക് ടൂറിസത്തെ കൂടി വളർത്തുക എന്നത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ നമ്മൾ ചില ആഗ്രഹങ്ങൾ, ഇപ്പോൾ ശ്രീലങ്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ കണ്ടലിനെ ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ കൊല്ലത്തുൾപ്പെടെ നമ്മളത് നടത്തുന്നുണ്ട്. അത്തരം ടൂറിസത്തെയെല്ലാം നമുക്ക് ഭാവിയിൽ കണ്ടലുകളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ടൂറിസം, അതിൻ്റെ സാധ്യത ഏറെയുള്ള ഒരു പ്രദേശമാണ് നമ്മുടെ പ്രദേശം. കണ്ടൽ സംരക്ഷണവും അതോടൊപ്പം തന്നെ ടൂറിസത്തിൻ്റെ സാധ്യത. മനുഷ്യന് വിനോദം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ അല്പസമയം ഇവിടെ വന്നിരുന്നാൽ ഇപ്പോൾ ഒരു പുതിയ, നമ്മുടെ ഈ പുതിയ തലമുറയുടെ വാക്ക് എന്ന് പറഞ്ഞാൽ വൈബാണ്. ഒരു വൈബ് ഉണ്ടാകുക എന്നുള്ളതാണ്, അല്ലേ? വൈബ് ഉണ്ടാകുന്നില്ല, ഇവിടുന്ന് നല്ലൊരു വൈബ് ഉണ്ടാവുക എന്നതാണ്. അപ്പോൾ ആ വന്നിരുന്നാൽ നല്ല കാറ്റും നല്ല പ്രകൃതിയും ഒരു നല്ല ചായയും ഒക്കെയുള്ള ഒരു വൈബ്, അതുകൂടിയാണ് നമ്മുടെ ഈ കേന്ദ്രം നൽകുന്നത്. ഏതായാലും വളരെ മനോഹരമായ ഒരുപാട് കാലം ഇതിൻ്റെ പ്രവൃത്തി ഞാൻ പറയാൻ വേണ്ടിയിട്ടൊന്നുമല്ല, പക്ഷേ ഇതിൻ്റെ ഓരോ പ്രവൃത്തിയിലും മൈന്യൂട്ടായി ഇടപെട്ട ഒരാളാണ്. കാരണം ഇത് ഈ പൂർത്തിയാകുന്നത് വരെ പല തർക്കങ്ങളും പല പ്രശാസങ്ങളും ഇതിൻ്റെ ഓരോ സ്റ്റെപ്പിലും ഇവിടെ നേരിട്ട് വന്ന് പരിശോധന നടത്തിയ ഒരാളാണ്. കാരണം എൻ്റെയും കുറേ ഡിസൈൻ ഞാൻ ഇതിനകത്ത് ശ്രദ്ധയോടെ കൈകാര്യം അതിൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ വൈദ്യുതിയിൽ ചെറുതായിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ നിർബന്ധവും വാശിയും പിടിച്ചിട്ടാണ് കുറച്ചുകൂടി വലിപ്പമൊക്കെ കൂട്ടി. ആകെ 2 മാത്രമേ ഈ എക്സെപ്ഷൻ ഉണ്ടായിട്ടുള്ളൂ. അത് 2 വേണം നിർബന്ധം വെച്ചു. ബോട്ടിൽ വരാനുള്ള സംവിധാനം അത് നേരത്തെ ആ ഡിസൈനിൽ ഉണ്ടായിരുന്നില്ല. പിന്നീട് 2 പോയിന്റുകൾ നമ്മൾ ബോട്ടിൽ വന്നു കഴിഞ്ഞാൽ കരയിൽ കയറേണ്ട, നേരിട്ട് ബോട്ടിൽ നിന്ന് തന്നെ റെസ്റ്റോറൻറ്റിലേക്ക് കയറാം. റെസ്റ്റോറൻറ്റിൽ നിന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നേരെ ബോട്ടിലേക്ക് തിരിച്ചു പോകാം. അങ്ങനെ ഒരു എനിക്ക് വ്യക്തിപരമായ ഒരു വലിയ, എല്ലാ പ്രൊജക്റ്റുകളും അങ്ങനെ തന്നെയാണ്, പക്ഷെ എങ്കിലും കുറച്ചുകൂടി സമയം കൂടുതൽ ചെലവഴിച്ച് ഇടപെട്ട ഒരു പദ്ധതി കൂടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു സന്തോഷവും എല്ലാ വൈകാരികതയും എന്നിൽ വ്യക്തിപരമായിട്ടുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ നിരവധി പ്രതിസന്ധികളുണ്ടായി. ഒരു ഘട്ടത്തിൽ സ്വകാര്യ വ്യക്തികൾക്ക് MLA ഹോട്ടൽ ഉണ്ടാക്കി കൊടുക്കുന്നു എന്ന് പേരുദോഷം പോലും ഞാൻ കേട്ടതാണ്. എനിക്കെതിരെ വ്യാജമായ പ്രചരണങ്ങൾ ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ എനിക്കെതിരെ പ്രചരണം നടത്തിയ ഒരു പദ്ധതി കൂടിയാണ് ഈ പദ്ധതി. ഏതോ മുതലാളിയെ സഹായിക്കുന്നതിനോട് ഞാൻ എത്ര പറഞ്ഞിട്ടത് ഗവൺമെന്റിന്റെ പ്രൊജക്റ്റാണ് എന്ന് പറഞ്ഞിട്ടും അത് വലിയ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെ നടത്തി ഒരു വ്യക്തിഹത്യക്ക് കൂടി ഒരുപാട് തലങ്ങൾ ഉണ്ടാക്കിയ ഒരു പ്രൊജക്റ്റ് കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതെങ്ങനെയും പൂർത്തീകരിച്ച ഈ നാടിന് തുറന്നു കൊടുക്കുക എന്നത് എൻ്റെ കൂടി ആവശ്യമാണ്. അങ്ങനെ വ്യക്തിഹത്യക്കിടയിലാണ് ഹൈക്കോർട്ടിൽ ഇതുമായി ബന്ധപ്പെട്ട കേസ്. ഏതാണ്ട് 1 വർഷം കേസ് നടത്തേണ്ടി വന്നു. ആ കേസ് നടത്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതി അവസാന നിർമ്മാണത്തിന് അനുമതി നൽകി. അനുമാനത്തിന് തുടർന്നുകൂടിയാണ് ഈ ടൂറിസം, ഈ പോയിന്റ് ഇവിടെ യാഥാർത്ഥ്യമാകുന്നത്. ഇത് തന്നെയായാലും നമ്മുടെ നാടിൻ്റെ ടൂറിസം രംഗത്ത് 7ാം പഞ്ചായത്തിൽ, നമ്മുടെ മാടായി പഞ്ചായത്തിൻ്റെ അതിർത്തിയിൽ, നമ്മുടെ പഴയങ്ങാടി ടൗണിനോട് ചേർന്ന് നിൽക്കുന്ന ഈ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ്, ബോട്ട് റേസ് ഗാലറിയും തീർച്ചയായും നമ്മുടെ നാടിൻ്റെ ടൂറിസത്തിന് ഒരു കരുത്ത് പകരും. ഇതേപോലുള്ള ബോട്ട് റേസ് ഗാലറി മംഗലശ്ശേരിയിൽ നമ്മുടെ നാട്ടിൽ തന്നെ പട്ടുമൊക്കെ യാഥാർത്ഥ്യമായിട്ടുണ്ട്. അവിടെ പക്ഷേ ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റ് ഇല്ല, അവിടെ ബോട്ട് റേസ് ഗാലറി മാത്രം. മംഗലശ്ശേരിയിലും ഈ കല്ലിൽ നമുക്ക് യാഥാർത്ഥ്യമാകാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. ഇനി ഒരുപാട് ടൂറിസം പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കണം. അത് ഓരോ മനുഷ്യരിലും സന്തോഷം എത്തിക്കുക എന്നത് കൂടി ഇതിന് ഉത്തരവാദിത്തമുണ്ട്. ആ നിലയിലേക്ക് ഇത് നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകാൻ TTPCക്കും TTPC ടെൻഡർ നൽകിയിട്ടുള്ള കരാറുകാർക്കൊക്കെ സാധിക്കട്ടെ. അതോടൊപ്പം ഇത് നമ്മുടെ പുഴയെ സംരക്ഷിച്ചുകൊണ്ട്, ഞാൻ ആവർത്തിക്കുന്നു, നമ്മുടെ പുഴയെ മലിനമാക്കാതെ, ബോട്ടിലുകൾ വലിച്ചെറിയാതെ വരുന്നവരോട് പ്രത്യേകമായി ഇത് നടത്തിപ്പുകാർ അത് കൃത്യമായി പറയണം. മലിനമാക്കാത്ത വിധത്തിലുള്ള ഒരു സംവിധാനം കൂടി ഈ സംവിധാനം മാറട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ അഭിമാനത്തോടെ കല്യാശ്ശേരിയുടെ ടൂറിസത്തിന്റെ അടയാളപ്പെടുത്തലിൽ ഇന്നു മുതൽ ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റും ഈ ബോട്ട് റേസ് ഗാലറി കൂടി വരുന്നു. നിറഞ്ഞ സന്തോഷത്തോടെ ഈ ചടങ്ങിൽ ഉദ്ഘാടനം നിർവഹിച്ച് അറിയിക്കുന്നു. ഈ നാടിന് ഈ പദ്ധതികൾ തുറന്നു കൊടുത്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വർത്തമാനം അവസാനിപ്പിക്കുന്നു.